മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ബിജെപി തിരുവനന്തപുരം സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറിയും കൌൺസിലറുമായ തിരുമല അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖർ ക്ഷുഭിതനായത്. കൈരളി ന്യൂസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ ആക്രോശിച്ചു. രാജീവ് ചന്ദ്രശേഖറിന്റെ നടപടിയിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രതിഷേധവും അറിയിച്ചിട്ടുണ്ട്. സുലേഖ ശശികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസ്ത എന്തായാലും ഇന്ന് മാധ്യമപ്രവർത്തകരെ ഒന്നാകെ അധിക്ഷേപിക്കുന്ന ഒരു സമീപനം തന്നെയാണ് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ബിജെപി കൗൺസിലർ തിരുമല അനിൽ അദ്ദേഹത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിനാണ് വലിയ രീതിയിൽ ക്ഷുഭിതനായി മാധ്യമപ്രവർത്തകരെ ഒന്നാകെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു മറുപടി ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇത്തരത്തിൽ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ വലിയ രീതിയിൽ ആരോപണങ്ങൾ ബിജെപി പാർട്ടിക്കെതിരെ ഉയരുന്നുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുതകൾ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിനാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ക്ഷുഭിതനായി രാജീവ് ചന്ദ്രശേഖർ പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് ശരീരഭാഷയിലായാലും ഇത്തരത്തിൽ സംസാര ഭാഷയിലായാലും വളരെ മോശമായിട്ടുള്ള അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായത്. ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഘട്ടത്തിൽ ഏതു മാധ്യമമാണ് കൈരളിയാണെങ്കിൽ മറുപടി പറയേണ്ട, അല്ലെങ്കിൽ കൈരളിയാണെങ്കിൽ ചോദ്യം ചോദിക്കേണ്ട എന്നുള്ള കാര്യം തന്നെയാണ് ഇന്ന് രാജീവ് ചന്ദ്രശേഖർ ഇത്തരത്തിൽ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് ഉണ്ടായിരുന്ന സമീപനം എന്ന് പറയുന്നത്. നീ എന്ന വിളിച്ച് അധിക്ഷേപിക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ സംസാരിക്കുന്ന ഒരു രീതി കൂടി രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളത് തന്നെയാണ്. ബിജെപിയുടെ ദേശീയ പാർട്ടിയായ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്, അതിനൊപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രി കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളതുണ്ട്. ഇത്തരത്തിൽ ഈ വലിയ രീതിയിൽ ബിജെപിക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്ന ഘട്ടത്തിൽ അതിനെ നേരിടാതെ അത് മറച്ചുവെക്കാനുള്ള ശ്രമമാണ് ഇത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടായത്. നിങ്ങളുടെ ഏത് ചാനലാണ്? മതി അവിടെ ഇരുന്നാ മതി, ഇരുന്നാ മതി. അവിടെ ചോദിക്കരുത്, നിങ്ങൾ ചോദിക്കരുത്. നിങ്ങളുടെ ഏത് ചാനലാണ്? മതി അവിടെ ഇരുന്നാ മതി, ഇരുന്നാ മതി. അവിടെ ചോദിക്കരുത്, നിങ്ങൾ ചോദിക്കരുത്. കൈരളിക്കെതിരെ ഇത്തരത്തിൽ രംഗത്ത് വരുന്ന ആദ്യത്തെ ആളല്ല രാജീവ് ചന്ദ്രശേഖർ. മുൻപും ഇത്തരത്തിൽ ഗവർണർ അടക്കമുള്ള ആളുകൾ ഈ കൈരളിയാണെങ്കിൽ മറുപടിയില്ല, അല്ലെങ്കിൽ കൈരളിക്ക് പ്രതികരണം എടുക്കേണ്ട കാര്യമില്ല എന്ന തരത്തിലുള്ള ഒരു സമീപനമൊക്കെ തന്നെയും കൈരളി ന്യൂസ് നേരത്തെ നേരിട്ടിരുന്നു. അത്തരത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിനടക്കം വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഞാൻ മറുപടി തരില്ല. നിങ്ങൾ നോണ പറയുന്ന ചാനലാണ്, ഒരു നാണമില്ലാത്തൊരു ചാനലാണ്. കഴിഞ്ഞ ദിവസം ഈ ആത്മഹത്യ റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ ബിജെപി പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖർ ഈ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്ന ഇടത്തു നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഈ ഇറങ്ങിപ്പോകുന്ന ഘട്ടത്തിൽ കാണിച്ചു തരാമെന്നുള്ള ഭീഷണിയാണ് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അത്തരത്തിൽ വളരെ മോശമായി ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. കൈരളി അടക്കമുള്ള മാധ്യമപ്രവർത്തകർ, വനിതാ മാധ്യമപ്രവർത്തകരടക്കം നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ ആ സ്ഥലത്തുണ്ടായിരുന്നു. അത്തരത്തിൽ വളരെ മോശമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം തന്നെയാണ് ഇന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്.